ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള 2-3 ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. പ്രത്യേകിച്ച് ട്രംപ് ഒരു ലാസ്റ്റ് ചാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇറാനെതിരെ ക്ലോക്ക് ഇസ് ടിക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2-3 വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അതേസമയം UAEക്കുള്ളിൽ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ബറാഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ മേളിൽ നടത്തിയിരിക്കുന്ന അറ്റാക്ക്. സൗത്ത് കൊറിയയുടെ സപ്പോർട്ടോടു കൂടി UAEയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റാണിത്. ഈ പവർ പ്ലാന്റ് ഇപ്പം പൂർണ്ണ തോതിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഈ പവർ പ്ലാന്റിൻ്റെ തൊട്ടടുത്ത് 3 ഡ്രോണുകളാണ് ഈ പവർ പ്ലാന്റിനെ ടാർഗറ്റ് ചെയ്ത് വന്നത്. അതിൽ 2 എണ്ണം ഇൻ്റർസെപ്റ്റ് ചെയ്തു, ഒരെണ്ണം ഒരു ജനറേറ്ററിൻ്റെ മേളിലാണ് വന്ന് പതിച്ചത്. അപ്പോൾ അതുകൊണ്ട് പവർ സപ്ലൈ ലിറ്ററലി ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് IAEA ഉൾപ്പെടെ അതേപോലെ തന്നെ UAEയുടെ ആറ്റമിക് എനർജി ഏജൻസിയുടെ തലപ്പത്തുള്ള ആൾക്കാരൊക്കെ പോയി പരിശോധന നടത്തി. അതിനകത്ത് റേഡിയേഷൻ ലീക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണം വളരെ സെൻസിറ്റീവാണ്. ഇപ്പോൾ ഇതിനകത്ത് പുതിയൊരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറാൻ ഇങ്ങനൊരു ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു മാപ്പ് പബ്ലിഷ് ആയിട്ടുണ്ട്. ഈ മാപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രോൺ വന്ന ഡയറക്ഷൻ അത് കൃത്യമായിട്ട് മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഡ്രോൺ വന്നത് ഇറാഖിൻ്റെ സൈഡിൽ നിന്നും മറ്റൊരു ഡ്രോൺ വന്നിരിക്കുന്നത് യമൻ്റെ സൈഡിൽ നിന്നുമാണ്. അപ്പോൾ അത് 2 സൈഡിലുമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഡൗട്ട് എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങളെ ഇപ്പോൾ ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒന്ന് സൗദി അറേബ്യയും ഡൗട്ടുണ്ട്, മറ്റൊന്ന് ഇറാനെയും ഡൗട്ട്. ഈ പ്രോക്സികളെ വെച്ച് ആരാണ് ഈ ഡ്രോൺ UAEക്ക് നേരെ അയച്ചത്? ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇതിനകത്ത് ഇറാനാണോ സൗദി അറേബ്യയാണോ? ഇതാണ് ഇപ്പോൾ ഡൗട്ട്. കാരണം യമൻ സൗദിക്കും സ്വാധീനമുള്ള ഒരു മേഖലയാണ്, ഇറാഖും സൗദിക്ക് സ്വാധീനമുണ്ട്. പക്ഷെ അതേസമയം ഇറാനും ഈ 2 സ്ഥലങ്ങളിലും സ്വാധീനമുണ്ട്. ഇറാൻ്റെ മിലീഷ്യ ഗ്രൂപ്പുകൾ ഇറാഖിലുണ്ട്, അതേപോലെ ഹൂത്തികൾ യമനിൽ ഇറാൻ അനുകൂല നിലപാടുള്ള ആൾക്കാരാണ്, ഇറാൻ്റെ പ്രോക്സികളാണ്. അപ്പോൾ ഇപ്പം 2 രാജ്യങ്ങൾക്കും ഇടയിൽ സൗദിയാണോ ഇറാനാണോ എന്ന് കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇതാണ് നിലവിലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് UAEയുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് മേളിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്. എന്തായാലും അമേരിക്ക വളരെ ശക്തമായി തന്നെ ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ കരുതിയിരിക്കണം, അമേരിക്ക ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അതിനുള്ള മറുപടി തരുമെന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ത് തരത്തിലുള്ള മറുപടി കൊടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് നിലവിലെ സാഹചര്യം. ഖത്തറാണെന്നുണ്ടെങ്കിൽ ഇറാനെ വാൺ ചെയ്തിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഒരു ബാർഗെയിനിങ് ടൂളായിട്ട് ഉപയോഗിക്കേണ്ട, അത് ശരിയല്ല എന്നാണ് ഖത്തർ ഇറാന് കൊടുത്തിരിക്കുന്ന ഉപദേശം. നെതന്യാഹുവും ട്രംപും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അവർ 2 പേരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നെക്സ്റ്റ് റൗണ്ട് അറ്റാക്കിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതായിട്ട്, അതായത് ഇറാൻ്റെ മേലിലുള്ള ആക്രമണം റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് അവർ നടത്തിയത് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സെനറ്റർ ലിൻസി ഗ്രഹാം, റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർ ലിൻസി ഗ്രഹാം പറഞ്ഞിരിക്കുന്നത് US-ന്റെ മിലിറ്ററി ആക്ഷനാണ് ഇറാന് മേലുള്ള തീരുമാനം, അല്ലാത്ത ഒരു രീതിയിലുള്ള ഡിസ്കഷനും ഇറാന് സ്യൂട്ടബിൾ അല്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. UAEയുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് മേളിൽ ഒരു ആക്രമണം നടന്നു. അപ്പോൾ അതിനെ തുടർന്ന് UAE പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ഒരുമിച്ച് ഇറാനെതിരെ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒറ്റൊരുത്തനും അതിനെ ഏറ്റുപിടിച്ചിട്ടില്ല. ഓൺലി ജോർദാൻ മാത്രമാണ് UAEക്കെതിരെ നടന്ന ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രംപ് ഗാസ പീസ് അക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് ബോർഡ് രൂപീകരിച്ചായിരുന്നല്ലോ ഈജിപ്തിലെ ഷർമൽ ഷെയ്ഖിൽ വെച്ചിട്ട്. അപ്പോൾ ശരിക്കും ഈ പാലസ്തീനിയൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ഫണ്ട് അമേരിക്കയുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്നും കണ്ടെത്തി അതിനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രോസൺ ഫണ്ടുകളെല്ലാം തന്നെ ഇപ്പം ഈ ഗാസ പീസ് അക്കോർഡിലേക്ക് മാറ്റുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അതായത് പാലസ്തീനികൾക്ക് അവകാശപ്പെട്ട പൈസ ട്രംപ് എടുത്ത് ഈ ഗാസ പീസ് അക്കോർഡിലേക്ക് മാറ്റുന്നതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. ശരിക്കും ഇനി പാലസ്തീനിയൻ ഇതിനു വേണ്ടിയിട്ട് ഇനി കൊടി പൊക്കും, അല്ലെങ്കിൽ ഫ്രീ പാലസ്തീൻ ടീമുകൾ അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധം ഒരു ശരിയായ മാർഗ്ഗമല്ല, സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ്റെ അടുത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളും നടത്തിയ ചർച്ചയല്ലേ യൂറോപ്യൻ യൂണിയൻസ് അവർ സെപ്പറേറ്റ് പോയി ചർച്ച നടത്തി ഇറാനുമായിട്ട് ഡിപ്ലോമാറ്റിക്കലി ചർച്ച നടത്തി സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ അവരുടെ കപ്പലുകളെ കൊണ്ടുപോകാം എന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ തീരുമാനം. പ്രധാനമായിട്ട് യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം ഉക്രൈൻ യുദ്ധമാണ്. ട്രംപ് ഉക്രൈനിലുള്ള റെയർ എർത്ത് എലമെന്റ്സ് എല്ലാം തന്നെ എഗ്രിമെൻ്റ് ഇട്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് ഉക്രൈന് വേണ്ട സഹായങ്ങളൊന്നും തന്നെ ചെയ്തു കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതാ തായ്വാന് ആയുധം കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചൈനയെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാട്, ചൈനയുമായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഇത്രയും കാലം നമ്മൾ അവർക്കെതിരായിരുന്നു, അവരും നമുക്കെതിരായിരുന്നു, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് 2 പേരും എഗെയിൻസ്റ്റ് ഈച്ച് അതർ. പക്ഷേ അങ്ങനെ ഒരു നിലപാടിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ചൈനയുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നതിലേ നല്ലത് എന്നുള്ള തരത്തിലുള്ള ഫിലോസഫിയൊക്കെയാണ് ഇപ്പം
ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ വിഷയത്തിൽ ട്രംപ് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നത്തിലാണ് ഇപ്പം കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പം നാളെ തന്നെ ട്രംപ് ഉക്രൈന് കുറച്ച് ആയുധങ്ങളൊക്കെ കൊടുത്ത് ഉക്രൈനെ ബൂസ്റ്റ് ചെയ്ത് റഷ്യക്കെതിരെ പിരികേറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ എല്ലാം തന്നെ ഇറാനെതിരെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് അവരുടെ യുദ്ധക്കപ്പലുകളെയും അവരുടെ സപ്പോർട്ടും സോളിഡാരിറ്റിയും എല്ലാം അറിയിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവരുടെ പ്രസ്താവനകൾ. US ആണെന്നുണ്ടെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ച പോയിന്റുകൾക്കൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ സീറോ കോമ്പൻസേഷൻ, ഒരു തരത്തിലുള്ള കോമ്പൻസേഷനും തരാൻ കഴിയില്ല. ഹാൻഡ് ഓവർ 460 കിലോഗ്രാം ഓഫ് എൻറിച്ച്ഡ് യുറേനിയം, എൻറിച്ച്മെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന യുറേനിയം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ കൈമാറണം. ഓൺലി 1 ന്യൂക്ലിയർ ഫെസിലിറ്റി അലൗഡ്, ഒരേ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി മാത്രമാണ് അലൗഡ്. അല്ലാതെ മുക്കിലും മൂലയിലും മലയുടെ അടിയിലും ടണലുകൾക്കുള്ളിലും ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി പാടില്ല. ഫ്രോസൺ അസറ്റുകൾ ഇപ്പോഴൊന്നും റിലീസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ സീസ് ഫയർ, അത് ചർച്ചകൾ ചൊവ്വേ നേരെ മുന്നോട്ട് പോകുന്നു. നെഗോസിയേഷന് പ്രോപ്പറായിട്ട് നിങ്ങൾ അനുകൂലിച്ച് കൃത്യ ടൈമിൽ വരികയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം സീസ് ഫയർ തുടരും. ചർച്ചയ്ക്ക് തന്നെ പലതരത്തിലുള്ള ഡിമാൻഡാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ സീസ് ഫയറും തുടരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. അമേരിക്കയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയുടെ CIA ക്യൂബയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പുതിയ പ്രഖ്യാപനം. 300 ഡ്രോണുകൾ റഷ്യയുടെ പക്കൽ നിന്നും ക്യൂബ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ് എന്നുള്ളൊരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്കയുടെ CIA ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് മനസ്സിലാക്കണം, 300 ഡ്രോൺ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇത്ര വലിയ ത്രെട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്തൊന്നും പറയാനില്ല. ക്യൂബയെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്കെച്ച് ക്യൂബയ്ക്കാണ്. ഇപ്പം ഈ വെനിസുല കഴിഞ്ഞു, അടുത്ത് ക്യൂബയിലേക്ക് ഇറങ്ങുന്നു. ക്യൂബയ്ക്ക് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഫുഡ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്ക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പോരാ, ഒരു രാജ്യത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലല്ല ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് പേരിന് വേണ്ടി അമേരിക്ക എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് CIA അവിടെ ചർച്ച നടത്താൻ വേണ്ടിയിട്ടും ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അവിടെ പോയത്. അവിടെ പോയപ്പോഴാണ് 300 ഡ്രോണുകൾ കണ്ടെത്തിയതായിട്ടും റഷ്യയുടെ കയ്യിൽ നിന്നാണ് ഈ ഡ്രോൺ ക്യൂബ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നാണ് ഇപ്പം പറഞ്ഞു വെക്കുന്നത്. അതായത് ക്യൂബയെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാണ്. ബ്രസീലിൻ്റെ ലീഡർ ലുല ഡി സിൽവ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അമേരിക്കയുമായിട്ട് ഒരു നെക്സ്റ്റ് ലെവൽ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതൊരു പോസിറ്റീവ് റെസ്പോൺസ് അമേരിക്കയുമായിട്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ലുല ഡി സിൽവ വൈറ്റ് ഹൗസിൽ എത്തിയിരുന്നത്. അതിൻ്റെ സെക്കൻഡ് ഫേസ് ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പം ഇതാ വെനിസ്വല, അത് കഴിഞ്ഞ് ക്യൂബ, പിന്നെ അടുത്ത് കൊളംബിയ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊളംബിയയുടെ പ്രസിഡന്റ് ഓൾറെഡി തന്നെ വൈറ്റ് ഹൗസ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അടുത്ത് ലക്ഷ്യമിടുന്നത് ബ്രസീലാണ്. കാരണം ബ്രസീലിന് ഈ മരുന്ന് കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പങ്കുണ്ട്. ബ്രസീൽ തീരങ്ങളിൽ നിന്നും ഈ മയക്കമരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ബ്രസീലിൻ്റെ തീരങ്ങളിൽ ഉണ്ട് എന്നാണ് പൊതുവിൽ വാർത്ത. അപ്പോൾ അതുകൊണ്ട് അടുത്ത ടാർഗറ്റ് ബ്രസീൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ലുല ഡി സിൽവ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ മോർ പ്രിസൈസ്ലി റഷ്യയുടെ മോസ്കോ സിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോസ്കോയിൽ 5 സിവിലിയൻസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മോസ്കോയിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെർട്ടിലൈസർ ഫാക്ടറിയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഉക്രൈൻ. അതായത് ഉക്രൈൻ ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട്, ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 3 ആഴ്ച കൊണ്ട് റഷ്യക്കുള്ളിൽ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തുന്നത്. ഷാർപ്പായിട്ട് ടാർഗറ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഉക്രൈൻ്റെ ഉള്ളിൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. പവർ ഗ്രിഡുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് റഷ്യ ഇതിനു മുമ്പ് ടാർഗറ്റ് ചെയ്തിരുന്നത്. അതുപോലെ ഉക്രൈൻ്റെ ഉള്ളിൽ 1-2 ഓയിൽ റിഫൈനറികളൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റഷ്യ ഫ്രണ്ട് ലൈനിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്ഥലങ്ങൾ കയറി പിടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഫോക്കസ്. അതേസമയം ലോങ് റേഞ്ചിൽ നിന്നും വരുന്ന ഡ്രോണുകളെ അറ്റാക്ക് ചെയ്യാൻ റഷ്യയ്ക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ രീതിയിൽ ആക്രമണം തുടരുകയാണ് ലെബനന്റെ ഉള്ളിലേക്ക്. അമേരിക്ക പ്രാഥമികമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഐലൻഡുകളെ സീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നത്. അതായത് UAE കുറേ കാലം കൊണ്ട് തന്നെ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ഐലൻഡുകളുണ്ട്. അബു മൂസ ഐലൻഡ്, അതേപോലെ തന്നെ കുറേ ഗ്രേറ്റർ തെൻബ്, ലെസർ തെൻബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ഐലൻഡുകളുണ്ട്. ഈ ഐലൻഡുകളൊക്കെ UAE അവകാശം പറഞ്ഞിട്ട് കുറേ വർഷങ്ങളായി.
ഇപ്പോൾ ഈ ഐലൻഡുകൾ അമേരിക്ക പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. UAE സപ്പോർട്ട് ഈ വിഷയത്തിൽ അമേരിക്കയോടൊപ്പം വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം മിഡിൽ ഈസ്റ്റിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.